well all plant protein powder. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നത് മോദി കെയർ ബിസിനസ്സിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ട്രെയിനറായി മാറിയ our great leader, senior director ആരായിരിക്കും? ഞാൻ തന്നെ. Our great senior director, Mr. Satish Kumar from Ernakulam. Please give him a very good hand of applause. അദ്ദേഹമാണ് നമ്മുടെ ഫണ്ടമെന്റൽ പ്രോഡക്റ്റുകളിൽ ഏറ്റവും ബേസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹോൾ പ്ലാന്റ് പ്രോട്ടീനെ കുറിച്ച് വിശദീകരിക്കാൻ പോകുന്നു. ഗുഡ് മോദി കെയർ മോർണിംഗ്. താങ്ക് യു മനോജ് സാർ. നമ്മൾ ഇന്ന് പുതിയതായിട്ട് നമ്മുടെ ഒരു സെക്ഷൻ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലർക്കും പ്രോഡക്റ്റിനെ കുറിച്ച് വലിയ പരിജ്ഞാനം ഇല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് വളരെയധികം നമ്മളെ സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹോൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചിട്ടാണ്. അതിനു മുൻപ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും ആണ്. എന്താണ് മാക്രോ ന്യൂട്രിയൻസ്? മാക്രോ ന്യൂട്രിയൻസ് ശരീരത്തിൽ കൂടുതൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ ആണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ശരീരത്തിന് താരതമ്യേന കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. ഈ രണ്ട് ന്യൂട്രിയൻസിനും, അതായത് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ടുന്ന രണ്ട് ഘടകങ്ങൾ. ഈ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാക്രോ ന്യൂട്രിയൻസിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, ഫൈബർ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. മൈക്രോ ന്യൂട്രിയൻസിലാണെങ്കിൽ വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കും. നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ പ്രോട്ടീനെ കുറിച്ചായിരിക്കും. ഇതിന്റെ പ്രോട്ടീൻസിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. പ്രോട്ടീൻ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കോശങ്ങളെ വികസിപ്പിക്കാനും അതിനെ പരിപാലിക്കാനും അറ്റകുറ്റപ്പണി, നമ്മുടെ കോശങ്ങളിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമാണ് പ്രോട്ടീൻസ് കൂടുതലും സഹായകരമാകുന്നത്. പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിനെ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രോട്ടീൻസിനെ അറിയപ്പെടുന്നത് തന്നെ ശരീരത്തിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ്. നമ്മളിപ്പോൾ ഒരു വീട് കെട്ടുവാണെങ്കിൽ അതിൻ്റെ അകത്ത് മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇഷ്ടികയാണ്. നമ്മൾ കെട്ടിത്തുടങ്ങുമ്പോൾ തന്നെ അടിസ്ഥാനം കെട്ടിയതിന് ശേഷം ഇഷ്ടിക കെട്ടിയിട്ടാണ് നമ്മളെ വീട് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടാണ് പ്രോട്ടീൻസിനെ കാണുന്നത്. അതിന് കാരണം ശരീരത്തിനുള്ള ആവശ്യമുള്ള അമിനോ ആസിഡ്സ് നമുക്ക് ഒറ്റ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് പ്രോട്ടീൻസ്. അത് പ്രോട്ടീൻസിൽ നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അമിനോ ആസിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അമിനോ ആസിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാം. എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും എന്ന് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ തരംതിരിക്കാം. ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ശരീരത്തിന് തീർച്ചയായും പുറമേ ഉള്ള ഭക്ഷണത്തിൽ നിന്ന് കൂടിയാണ് ലഭിക്കുന്നത്. നമുക്ക് പുറമെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത്. അതേസമയം ഈ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന് ഭക്ഷണത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും പുറമേ നിന്നുള്ള ലഭിച്ചില്ലെങ്കിലും ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആവശ്യകത കവർ ചെയ്യാൻ പറ്റുന്ന ആസിഡ്സ് ആണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. മൊത്തത്തിൽ നമ്മുടെ ഇതിൽ 22 തരം അമിനോ ആസിഡ്സ് ഉണ്ട്. അതിൽ 9 അമിനോ ആസിഡ്സ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവ ശരീരത്തിന് ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുക. ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ലഭിച്ചാൽ മാത്രമാണ് ബാക്കി 13 നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. ഈ ബാക്കി 9 കിട്ടിയാലേ ബാക്കി 13 നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്നതിനും നമ്മളെ ആരോഗ്യവാന്മാരാക്കി നിലനിർത്തുന്നതിനും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ആരോഗ്യത്തിനും എല്ലാം ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അത്യന്താപേക്ഷിതമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമമായി നടക്കുകയുള്ളൂ. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി നമ്മുടെ ഈ വെൽനസ് പ്രോട്ടീൻസിനെ കുറിച്ച് ഞാൻ പറയാം. എന്നാൽ ഇത്രയും നേരം നമ്മൾ അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാം. ഇനി അടുത്തതായിട്ട് ഈ വെൽനസ് നമ്മുടെ വെൽ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്
ഈ 3 വ്യത്യസ്ത തരം നാച്ചുറൽ പ്ലാന്റ് സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിട്ടതാണ്. ഇത് ആദ്യമായിട്ട് അതിൻ്റെ അകത്ത് വരുന്നിരിക്കുന്നത് സോയിൽ നിന്നും വീറ്റിൽ നിന്നും യെല്ലോ പീയിൽ നിന്നുമാണ് ഇതെടുത്തിരിക്കുന്നത്. യെല്ലോ പീ എന്ന് പറഞ്ഞാൽ പട്ടാണിക്കടല, നമ്മൾ സാധാരണ പറയുന്ന പട്ടാണിക്കടല പരിപ്പാണ് യെല്ലോ പീ എന്ന് പറയുന്നത്. ഇതിൽ 3 നാച്ചുറൽ ആയിട്ട് തന്നെ എടുത്ത് നാച്ചുറൽ പ്ലാന്റ് സോഴ്സിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എളുപ്പം അബ്സോർബ് ചെയ്ത് അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന വെച്ചാൽ നാച്ചുറൽ പ്ലാന്റ് പ്രോട്ടീൻ ആയതുകൊണ്ട് ഇത് ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നത്. 98% ഇത് ശരീരത്തിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പറഞ്ഞ വെൽ പ്ലാന്റ് പ്രോട്ടീൻ്റെ വേറൊന്ന് പറയുന്നത് പ്രോട്ടീൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ വെൽ പ്ലാന്റ് പ്രോട്ടീൻ്റെ അതിൻ്റെ അകത്ത് ആ പ്രോഡക്റ്റിൽ പ്രോട്ടീൻ കണ്ടന്റ് എന്ന് പറയുന്നത് 84% എന്ന് പറഞ്ഞാൽ 1 കിലോ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ്റെ നമുക്ക് ലഭിക്കുന്നത് 840 ഗ്രാം അസൽ പ്രോട്ടീൻ ആണ് ലഭിക്കുന്നത്. സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഈ പ്രോട്ടീനുകളെക്കാൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അകത്ത് പ്രോട്ടീൻ ഹൈ പെർസെൻറ്റേജ് ആണുള്ളത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ശരിയായ മൂല്യം നൽകാൻ നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് കഴിയും. അത് ഈ നമ്മുടെ മോദി കേരള ഓൾ പ്ലാന്റ് പ്രോട്ടീൻ ആണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ. പിന്നെ ഈ വെൽ ഓൾ പ്ലാന്റ് പ്രോട്ടീനിന് PDCAS റേറ്റിംഗ് 1 ആണ്. ഈ PDCAS എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ ആണ് ഈ PDCAS എന്ന് പറയുന്നത്. ഈ PDCASന്റെ സ്കോർ എങ്ങനെയാ വരുന്നത് വെച്ചാൽ WHO പൊതുജനങ്ങൾക്ക് പ്രോട്ടീനിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് മുന്നോട്ട് വെച്ച ഒരു മാനദണ്ഡമാണ്. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടീനിന്റെ ക്വാളിറ്റി റേറ്റ് ചെയ്യുന്ന രീതിയാണ് PDCAS എന്ന് വിളിക്കുന്നത്. ഏറ്റവും ഉത്തമമായ പ്രോട്ടീൻ പൗഡർ ആണെന്നുള്ളതാണ് നമ്മുടെ PDCAS റേറ്റിംഗ് 1 കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ റേറ്റിംഗ് എന്ന് വെച്ചാൽ 0.25, 0.50, 0.75, 1 എന്നാണ്. 0.25 എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ നിലയിലാണ്. അതിൽ നമ്മുടെ പ്രോഡക്റ്റിന് കിട്ടിയിരിക്കുന്നത് 1 എന്നുള്ള റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഏറ്റവും നല്ല ഇതാണെന്നുള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റിന് കിട്ടിയിരിക്കുന്ന അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ശരീരത്തിന് പുറമേ നിന്ന് തീർച്ചയായും ലഭിക്കേണ്ട 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ഈ പ്ലാന്റ് പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാലൻസ്ഡ് അമിനോ ആസിഡ്സ് നൽകുന്ന ഒരു പ്രോട്ടീൻ കൂടിയാണ് നമ്മുടെ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ. ഒരു വ്യക്തിക്ക് മിനിമം ഒരു സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ 10 ഗ്രാം ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസത്തേക്ക് ആവശ്യമായ എല്ലാ അമിനോ ആസിഡ്സും ഇതിൽ നിന്ന് ലഭിക്കും. കാരണം എന്ന് വെച്ചാൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ ഇത് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഈ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ എന്ന് വെച്ചാൽ 100% വെജിറ്റേറിയൻ ആണ്. അതിൽ ഒരു ഷുഗർ ആഡ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ടേസ്റ്റ് ആണ്, ന്യൂട്രൽ ടേസ്റ്റ് ആണ്. അതായത് പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ ചേർത്ത് ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇത് ഹൈലി സൊല്യൂബിൾ ആണ്. നമുക്ക് ഏതിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റും. ജ്യൂസിലായാലും റൊട്ടിയിലായാലും ദാലിലായാലും സബ്ജിയിലായാലും ഈവൻ നമ്മുടെ ഇഡലി മാവിലോ ദോശ മാവിലോ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. മറ്റു ഭക്ഷണവുമായി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചായ, കാപ്പി, ആൽക്കഹോൾ ഇത് 3 ഒഴിവാക്കുക തന്നെ വേണം. ഇതിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള ഏത് ഇതിലും വേണമെങ്കിലും നമുക്കത് മിക്സ് ചെയ്ത് കഴിക്കാൻ. ഇതിന് പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് 0 ഫാറ്റ് 0 കൊളസ്ട്രോൾ ആണ്. അത് തന്നെ ആണ് മറ്റൊരു പ്രത്യേക ഇതിന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രോട്ടീനാണ് നമ്മുടെ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ. എന്ന് വെച്ചാൽ ഇത് കൊളസ്ട്രോൾ ഇല്ല, ഫാറ്റ് ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് ലാക്ടോസ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാണ്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ താങ്ക് യു. ഇത് ഞാൻ പറഞ്ഞ പോലെ 0 ഫാറ്റ് 0 കൊളസ്ട്രോൾ ആണ്. അത് തന്നെയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. എന്നുവെച്ചാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ എന്ന്. ലാക്ടോസ് ഫ്രീ ആണ്. അതുകൊണ്ട് ഈ പാല് കഴിച്ചാൽ ചിലർക്ക് വയറ്റിൽ ക്രാംസ് ഉണ്ടാവും, ചിലർക്ക് വയറ്റിന് വേദന ഉണ്ടാവും. അങ്ങനെയാണ്. അത് ലാക്ടോസ് ഫ്രീ ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ശരീരം എന്തോ യെസ് പാൽ അലർജി അതാ പറഞ്ഞ ചിലർക്ക് ഇത് പാല് കഴിക്കുമ്പോഴത്തേക്ക് വയറ്റിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ലാക്ടോസ് ഫ്രീ ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. ഇത് ഒരു ദോഷവും ചെയ്യത്തില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നുവെച്ചാൽ ഇത് വെള്ളത്തിൽ വേണമെങ്കിലും കലക്കാം, പിന്നെ കുഴപ്പമില്ലാത്തവർക്ക് പാലിൽ വേണമെങ്കിലും കലക്കി കുടിക്കാം. ശരീരം ഒരിക്കലും പ്രോട്ടീൻ ആസിഡ്സ് സ്റ്റോർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിത്യേന ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മൾ ഇൻടേക്കായി എടുക്കേണ്ടത്.
നമ്മൾ നിത്യേന പ്രോട്ടീൻ എടുത്തേ പറ്റുള്ളൂ. വെച്ചാൽ ഇത് ഒരിക്കലും സ്റ്റോർ ചെയ്യുന്നില്ല. ഈ പ്രോട്ടീൻ ആസിഡ്സ് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നില്ല. അതിന്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക്, ഇപ്പോൾ ഒരു അഡൽട്ടിന് 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീൻ എന്നതാണ് കണക്ക്. ഇപ്പോൾ ഉദ്ദേശം ഒരാൾക്ക് ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം കഴിക്കേണ്ടത് 60 ഗ്രാം പ്രോട്ടീനാണ്. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിൽ 25% മുതൽ ഒരു 40% വരെ, ഒരു 40 ഗ്രാം വരെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം കഴിക്കേണ്ടത് അതിന്റെ ബാക്കി മാത്രം കഴിച്ചാൽ മതിയാവും. അല്ല, നമ്മൾ മൊത്തത്തിൽ 60 ഗ്രാം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 25 ഗ്രാം മുതൽ 40 ഗ്രാം വരെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയായാലും നമുക്ക് കിട്ടുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത് നമ്മൾ കഴിച്ചാൽ മതി. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളൊരു 10 ഗ്രാം, ഒരു ദിവസം ഒരു 10 ഗ്രാം വെച്ചിട്ട് 3 സ്കൂപ്പ് കഴിച്ചാലും 30 ഗ്രാമേ ആവുന്നുള്ളൂ. അപ്പോൾ അത് അധികമാവുന്നില്ല. ഡെഫിഷ്യൻസി എത്രയാണ് അതിനനുസൃതമായിട്ട് മാത്രമേ സപ്ലിമെന്റ് കഴിക്കാവൂ. നമ്മുടെ ഡെഫിഷ്യൻസി എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സപ്ലിമെന്റ് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ വേറെ ഒരെണ്ണം ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ തടിയുള്ളവർക്ക് തടി കുറയ്ക്കാൻ പറ്റിയ ഒരു ആഹാരമാണ്. നമ്മളിപ്പോൾ 3 നേരം ആഹാരം കഴിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നേരം നമ്മൾ ഓൾ പ്ലാൻ പ്രോട്ടീൻ്റെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റും കുറയും, ആരോഗ്യത്തിനോ പ്രോട്ടീനോ ഒരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ വളരെ ഇതായിട്ടാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ യൂറിക് ആസിഡ് ഹൈ ആയിട്ടുള്ള വെച്ചാൽ ഇതിൽ യൂറിക് ആസിഡ് വെച്ചാൽ ഒരുപാട് ആസിഡ് നമുക്ക് ഫോം ചെയ്തതിൻ്റെ അകത്ത്. അപ്പോൾ യൂറിക് ആസിഡ് ഹൈ ആയിട്ടുള്ളവരും കിഡ്നി പ്രോബ്ലം ഉള്ളവരും ഇത് കഴിക്കാനേ പാടില്ല, നമ്മൾ അഡ്വൈസ് ചെയ്യാനും പാടില്ല. വേറെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതൊരു മരുന്നല്ല, ഇതൊരു സപ്ലിമെന്റ് മാത്രമാണ്. ഇത് പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലാതെ മരുന്നായിട്ട് ഇത് ആരും കഴിക്കാൻ ശ്രമിക്കരുത്. ഇത് മരുന്നല്ല. ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു മനോജ് സാർ. കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് സതീഷ് സാറിന് ഒരു കയ്യടി കൂടെ കൊടുക്കാമോ? വെരി ഗുഡ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. നമുക്ക് പ്രോട്ടീൻ 3 തരം പ്രോട്ടീൻ പൗഡറാണ് നമുക്കുള്ളത്. അടുത്ത പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ക്രസ്റ്റ് ആണ്. ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഈ പ്രോഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്കൊക്കെ ഈ ടേസ്റ്റ് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ സോയ് പ്രോട്ടീൻ, ഓൾ പ്ലാൻ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് വെള്ളത്തിൽ കലക്കി കുടിക്കാം, പാലിൽ കലക്കി കുടിക്കാം, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാം, പുട്ട് പുഴുങ്ങുമ്പോൾ അതിനകത്ത് ചേർക്കാം, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാം. ഏത് തരത്തിലും കറി വയ്ക്കുമ്പം, ഈവൻ വീട്ടിൽ അവിയൽ വയ്ക്കുമ്പോഴോ മീൻകറി വയ്ക്കുമ്പോഴോ വേണമെങ്കിൽ പോലും സോയ് പ്രോട്ടീൻ, ആൾ പ്ലാൻ പ്രോട്ടീൻ നിങ്ങൾക്ക് ചേർക്കാൻ കഴിയും. ഈ ആദ്യം പറഞ്ഞ പ്രോട്ടീൻ നിങ്ങൾക്ക് അതിനകത്ത് ചേർക്കാൻ കഴിയും. ഇനി ബേക്ക് ചെയ്താൽ പോലും ഇതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. ഓൾ പ്ലാൻ പ്രോട്ടീൻ അതിന് നാച്ചുറൽ ടേസ്റ്റ് ആണ് ഓൾ പ്ലാൻ പ്രോട്ടീൻ. അപ്പൊ ഈ പ്രോട്ടീൻ ക്രസ്റ്റ് എന്ന് പറയുന്നത് വെൽവെറ്റ് ചോക്ലേറ്റ് ടേസ്റ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പ്രോഡക്റ്റ് ആണ് ഇത്. 29 വൈറ്റൽ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിനെ വളരെ എനർജറ്റിക് ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും സൂക്ഷിക്കാൻ കഴിയുന്ന, കീപ്പ് ചെയ്യാൻ കഴിയുന്ന 29ഓളം പോഷകങ്ങൾ, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത പോഷകങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ പ്രോട്ടീൻ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സോയി പ്രോട്ടീൻ ഐസൊലേറ്റ് അടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ ഐസൊലേറ്റ്? സോയി പ്രോട്ടീൻ ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ സോയാബീൻ എടുത്തിട്ട്, നാച്ചുറൽ ആയിട്ട് വളരുന്ന സോയാബീനുകൾ എടുത്തിട്ട് ആ സോയാബീനിൽ നിന്നും പ്രോട്ടീനെ മാത്രം വേർതിരിച്ചെടുക്കുകയാണ്. സോയാബീനിൽ 40% ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ആ കൊഴുപ്പിനെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ മാത്രം വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രോട്ടീനാണ് ഓൾ പ്ലാൻ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രോട്ടീനാണ് നമ്മളെ പ്രോട്ടീൻ ക്രസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ഉണ്ട് ഇതിനകത്ത്. വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇത് പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രോട്ടീനാണ്. പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രോട്ടീനാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. മസിൽ വീക്ക്നെസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മാൾട്ട് അടങ്ങിയിട്ടുണ്ട്, 13 വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്, 12 മിനറൽസ് അടങ്ങിയിട്ടുണ്ട്.
അത്യാവശ്യം കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോട്ടീൻ ക്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ മീലാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു ഫുൾ മീലാണ്. എന്ന് പറഞ്ഞാൽ ഒരു നേരം നിങ്ങൾ ഈ പ്രോട്ടീൻ ക്രസ്റ്റ് കലക്കി കുടിക്കാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫുഡും കഴിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊരു ഫുൾ മീല് സപ്ലൈ ചെയ്യും. കാര്യം ഇതിനകത്ത് നമ്മൾ ആഹാരം കഴിക്കുമ്പം കിട്ടുന്ന എല്ലാ ഘടകങ്ങളും, ഇതിനകത്ത് സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്, മാൾട്ട് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അളവ് വളരെ കുറവാണ്, ഫാറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്. അത് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ്. അത്യാവശ്യം വെള്ളം മാത്രം കുടിച്ചുണ്ടാൽ മതി. അപ്പൊ ഈ വെയിറ്റ് മാനേജ്മെന്റ്, നേരത്തെ സതീഷ് സാർ പറഞ്ഞ പോലെ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഒരു നേരം കൃത്യമായി കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പം ഇതും നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതിനകത്ത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സോഴ്സ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയും. അത് നമ്മുടെ മസിൽ, സ്ട്രോങ്ങർ മസിൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ് ഈ പ്രോട്ടീൻ. രണ്ട് പ്രോട്ടീനും നല്ലതാണ്, പ്രോട്ടീൻ ക്രസ്റ്റും വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മസിൽസ് ഉണ്ടാകാൻ വേണ്ടി, അവര് ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ, അവർക്ക് മസിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേ പ്രോട്ടീൻ നമുക്ക് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഗ്രോയിങ് ചിൽഡ്രന്, അഡോളസൻസ്, അഡൽട്സിന്, എൽഡർലി പേഴ്സൺസ്, സ്പോർട്സ് പേഴ്സൺ, ആരാണോ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. 500 ഗ്രാമിന് 1296 രൂപയാണ് MRP, DP 1080 രൂപ, ബിസിനസ് വോളിയം 648 ആണ്. നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് 200 മുതൽ 225 ml വരെയുള്ള മിൽക്ക് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജ്യൂസ് ആയിക്കോട്ടെ, ഏതിൽ വേണമെങ്കിലും 25 ഗ്രാം നമ്മൾ ഇട്ട് നല്ല രീതിയിൽ ഒരു ഷേക്ക് പോലാക്കി, ഒരു പേസ്റ്റ്, ആദ്യം കുറച്ച് മിൽക്കോ വാട്ടറോ ഒഴിച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പേസ്റ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ സ്റ്റിർ ചെയ്ത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഷുഗർ ആഡ് ചെയ്യാം, കുട്ടികൾക്ക് മറ്റോ ആണെന്നുണ്ടെങ്കിൽ. അല്ലാതെ തന്നെ അതിനൊരു ഒരു ചോക്ലേറ്റി സ്വീറ്റി ടേസ്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന്. അപ്പം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, വളരെ നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് വളരെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എല്ലാവരും യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യയിലെ കണക്കനുസരിച്ച് 95% ആൾക്കാർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യൻ പോപ്പുലേഷനിൽ 95% ആൾക്കാർക്ക്. അപ്പം അങ്ങനെയുള്ള പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്കും ഡെയിലി പ്രോട്ടീൻ കഴിക്കണം, എല്ലാവരും കഴിക്കണം. കാര്യം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ്, ടിഷ്യൂസ്, ബ്ലഡ്, കോശങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കാൻ, ഹെയർ, സ്കിന്ന്, ഇതിനെല്ലാം പ്രോട്ടീൻ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ 20% പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോശങ്ങളാൽ സമ്പുഷ്ടമാണ്. അപ്പം ആ കോശങ്ങൾ ഒക്കെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കഴിയും. ദെൻ അടുത്ത പ്രോട്ടീൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ടേസ്റ്റുള്ള, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡ്രിങ്ക് ആണ് സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. റിയലി കുട്ടികളെ നമ്മൾക്ക് സ്ട്രോങ് ആയിട്ടും സ്മാർട്ടായിട്ടും വളരെ വളരെ എന്താ പറയുക, ഷാർപ്പായിട്ടും കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ് സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറഞ്ഞത്. ഇത് ന്യൂട്രീഷണൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുട്ടികളുടെ ജനറൽ ഹെൽത്തിന് ആവശ്യമായ, അവരുടെ ജനറൽ ഗ്രോത്തിന് ആവശ്യമായ 37ഓളം പോഷകങ്ങൾ, 37ഓളം പോഷകങ്ങൾ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നു
നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനെ നമ്മുടെ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് കൊണ്ട് എന്ന് കാണിക്കണം. അവർ ഇന്ന് വരെ ജന്മത്ത് ഈ സ്ട്രോങ് ആൻഡ് സ്മാർട്ടിൽ അടങ്ങിയിരിക്കുന്ന അത്രയും സമ്പുഷ്ടമായിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഡോക്ടേഴ്സ് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ചലഞ്ച് ചെയ്യാണ്. കാര്യം പല കുട്ടികളുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും എടുത്ത് പഠിച്ച ആളാണ് ഞാൻ. അതിനകത്തൊന്നും തന്നെ ഇത്രയും സമ്പുഷ്ടമായിട്ടുള്ള പ്രോട്ടീൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 37ഓളം അവരുടെ കുട്ടികളുടെ ഡെയിലി, നമുക്കറിയാം കുട്ടികളുടെ ആഹാരക്രമം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ് വീട്ടുകാർക്ക്. രാവിലെ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ അവൻ കൃത്യമായി കഴിക്കില്ല. കഴിക്കുന്നത് എന്തുവാ? ചോറും മീന ഇറച്ചിയെ മാത്രമേ കഴിക്കുള്ളൂ. വെജിറ്റബിൾസ് കഴിക്കില്ല. അവർക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ ചെല്ലുന്നില്ല. അവരുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടുന്നുള്ള പോഷകങ്ങൾ കുട്ടികൾക്ക് ചെല്ലുന്നില്ല. അതിനെല്ലാം ഒരു കംപ്ലീറ്റ് പരിഹാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. എത്രയോ കുട്ടികൾ ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ട് ശ്വാസം മുട്ടലുള്ള കുട്ടികൾ മോഡിക്കേണ്ട വെൽ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് കഴിച്ചിട്ട് വളരെ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് ആയിട്ട് ഇന്ന് ജീവിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? എത്ര ഉദാഹരണങ്ങളാണ് ഈ പ്രോഡക്റ്റിനുള്ളതെന്ന് അറിയാമോ? നമുക്ക് ശക്തമായി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഇതിനകത്തും മിൽക്ക് പ്രോട്ടീനും വേ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ബിൽഡിംഗ് ആൻഡ് റീറ്റെയിനിങ് മസിൽ ടിഷ്യൂസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വളർന്നു വരുന്ന കുട്ടികൾ ആ വളർച്ച കാലഘട്ടത്തിൽ അവരുടെ മസിൽസും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. അവരുടെ ഗ്രോത്തിനും മെയിൻ്റനൻസിനും റിപ്പയറിങ്ങും. ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ വിറ്റാമിൻസും മിനറൽസും നമുക്ക് ആവശ്യമുള്ളത് കുട്ടികളുടെ വളർച്ചയ്ക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കുട്ടികളുടെ ഇടയിലുണ്ടാകുന്ന ഡാമേജസിനെ റിപ്പയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 3 കാര്യത്തിനുമുള്ള പ്രോട്ടീൻ ഡെയിലി കുട്ടികൾക്ക് വേണ്ടുന്ന റിക്വയർഡ് റേഷ്യോ അനുസരിച്ച് RDA എന്ന് പറയും. ഡെയിലി ആവശ്യമുള്ള അലവൻസ് എന്നാ പറയുന്നത് RDA. അതിനനുസരിച്ച് ഈ പ്രോട്ടീൻസ് എല്ലാം മിനറൽസും വിറ്റാമിൻസും എല്ലാം അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് DHA ഉണ്ട്. DHA എന്ന് പറയുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ആ ഷാർപ്പ്നെസ്സിന് വേണ്ടിയിട്ട്, അവരുടെ ചിന്തകളുടെ ഷാർപ്പ്നെസ്സിന് വേണ്ടിയിട്ട്, അവർക്ക് പഠിക്കാൻ നല്ല കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സപ്ലിമെന്റ് ആണ്. ഇതെല്ലാം നമ്മുടെ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും എടുത്തിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടുന്നതാണ് കൊളസ്ട്രോൾ. പാല് കൂടി നിർത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീർച്ചയായും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് മോഡിക്കേണ്ട വെൽ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. കാര്യം അമ്മയുടെ പാല് കൂടി പാല് കിട്ടുന്നിടം വരെ, മുലപ്പാൽ കിട്ടുന്നിടം വരെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെ ശക്തമായിരിക്കും. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അന്ന് മുതൽ ജലദോഷം, പനി, ചുമ, ആരെങ്കിലും എന്തെങ്കിലും അസുഖം കുട്ടികൾക്ക് അടുത്തൂടെ പോയാൽ മതി, അതെല്ലാം കയറി നമ്മുടെ കുട്ടികൾക്ക് പിടിക്കും. പക്ഷെ ഇതിനകത്ത് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. ഈ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്ന കാരണം അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഘടകമാണ്. നിങ്ങൾ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്ക്, DHA എന്താണ്, കൊളസ്ട്രോൾ എന്താണ്, ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. ഇന്ന് എല്ലാം അവൈലബിൾ ആണ്, എല്ലാ ഇൻഫർമേഷൻസും. ഇനി നിങ്ങൾക്ക് നോക്കാൻ അറിഞ്ഞൂടെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞാൽ മതി. അവർ DHA എന്ന് അടിച്ചിട്ട് കൃത്യമായി പറഞ്ഞു തരും DHAയുടെ ഘടകം എന്താണ്, ഫംഗ്ഷനിങ്, കൊളസ്ട്രോളിന്റെ ഫംഗ്ഷനിങ് എന്താണ്. അപ്പം കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെൽ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. FOS അടങ്ങിയിട്ടുണ്ട്. FOS ഇത് ഡൈജസ്റ്റീവ് ഹെൽത്ത്, കുട്ടികളുടെ ദഹന വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ദഹിക്കാനും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതെ കൃത്യമായി ദഹിച്ച ആഹാരത്തിലുള്ള പോഷകങ്ങളെ കൃത്യമായി അവൈലബിൾ ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ പച്ചക്കറികളിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ളതാണ് FOS എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. നേരത്തെ സജി സാർ നിങ്ങളോട് പറഞ്ഞു ശരീരം സ്വന്തമായി ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്, പുറമേ നിന്ന് സപ്ലൈ ചെയ്യേണ്ടുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്. ഒരു കുട്ടിയുടെ ദൈനംദിന വളർച്ചയ്ക്കും മെയിൻ്റനൻസിനും
9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അത് നമ്മുടെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ആ 9 എസെൻഷ്യൽ അമിനോ ആസിഡും അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് വെൽ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഓൾ പ്ലാൻ പ്രോട്ടീനിലും 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ്. ദെൻ അങ്ങനെയുള്ള വളരെ പൂർണ്ണമായ, ശരിക്കും ശരിയായ അർത്ഥത്തിൽ പറഞ്ഞ പൂർണ്ണമായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. അവരുടെ ജനറൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ ഇമ്മ്യൂണിറ്റി പവറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. പ്രത്യേകിച്ചും കൊറോണ സമയത്ത് എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും നമുക്ക് എടുത്തുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തു നോക്ക്, നിങ്ങളുടെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും കുട്ടികൾക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് നോക്ക്. എന്ത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് അറിയാവോ നമ്മുടെ ഈ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് എന്ന് പറയുന്നത്. നാച്ചുറൽ ആണിത്, നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ്. സാധാരണഗതിയിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ കുട്ടികൾക്കുള്ള എന്ത് ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിലും ശരി തന്നെ, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സും കളേഴ്സും ഒക്കെ ഏത് കമ്പനിയും ചേർക്കും. പക്ഷെ നമ്മുടെ കമ്പനി അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളേഴ്സോ ഒന്നും കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവറിലാണ് കമ്പനി, നാച്ചുറൽ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് കമ്പനി. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള, ഏത് കുട്ടികളും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. തീർച്ചയായും നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികൾക്ക് നമുക്ക് പാലിലോ ജ്യൂസിലോ സാധാരണ ഒരു വാം വാട്ടറിലോ ഒക്കെ തന്നെ, ചൂടുവെള്ളത്തിലോ ഒക്കെ തന്നെ ഉണ്ടാക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് പ്രോട്ടീൻ ആണെങ്കിലും ശരി തന്നെ, ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കണം. അത് നമ്മുടെ ഓൾ പ്ലാൻ പ്രോട്ടീൻ ആണെങ്കിലും ശരി തന്നെ, നമ്മുടെ പ്രോട്ടീൻ ക്രസ്റ്റ് ആണെങ്കിലും ശരി തന്നെ, നമ്മുടെ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് ആണെങ്കിലും ശരി തന്നെ. ഈവൻ ആംവേ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഓൾ പ്ലാൻ പ്രോട്ടീൻ വാങ്ങിച്ചിട്ട് പറഞ്ഞു, സർ ആംവേ ഈ നമ്മുടെ 500 ഗ്രാം പ്രോട്ടീൻ പൗഡറിന്റെ ഇരട്ടി വിലയാണ്. അവർ പറയാണ്, സാർ അതുപോലും നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും, പക്ഷെ മോഡി കെയറിന്റെ ഓൾ പ്ലാൻ പ്രോട്ടീൻ സൂപ്പർ പ്രോഡക്റ്റ് എന്ന് പുള്ളിക്കാർ പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരല്പം പോലും കട്ട പിടിക്കുന്നില്ല, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവും. എങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പം, നിങ്ങൾക്ക് അത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പത്തിൽ ഞാൻ പറയാണ്, ആദ്യം നിങ്ങൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമോ വാട്ടറോണോ എന്താണോ മിൽക്കാണോ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യുക, നല്ല രീതിയിൽ അത് പേസ്റ്റ് ആക്കുക. അതിനുശേഷം ബാക്കി വെള്ളം ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് അത് ലിക്വിഡ് ആക്കി വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. എല്ലാ പ്രോട്ടീനുകളും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം കൂടെ എന്ന് പറഞ്ഞാൽ ഒരു 225 ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആക്കി ഡയലൂട്ട് ചെയ്ത് കുടിച്ചാൽ വളരെ പെട്ടെന്ന് ശരീരത്തിന് അത് ദഹിപ്പിച്ചെടുക്കാൻ കഴിയും. 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 ഗ്രാം ഒരു ദിവസം കൊടുക്കാം. 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 ഗ്രാം വരെ ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ കഴിയും.